അവന്റെ വഴികളൊക്കെയും നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാവുന്നതാണ്. അതങ്ങനെയല്ലേ? അവൻ അത്ഭുതകരമായ കർത്താവാകുന്നു. അവനെ വിശ്വസിക്കുന്നത് എത്ര മധുരമേറിയ ഒന്നാണ്. ഒരത്ഭുതകരമായ സമയമായിരുന്നു ഇന്ന് രാത്രിയിലെത്തത് എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള വാതിൽ തുറക്കുമ്പോൾ സഹോദരി ഗേട്ടി കീപ് ഹോൾഡിംഗ് ഓൺ ജസ്റ്റ് വൺ മോർ അവർ എന്ന ആ പഴയ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ സുവിശേഷ വേലയ്ക്കായി പോകുന്നതിന് തൊട്ടു മുമ്പുള്ള എന്റെ ചെറിയ സഭയെക്കുറിച്ചുള്ള ഓർമ്മകളെ അത് കൊണ്ടുവന്നു. ആ പഴയ ഉത്തരത്തിനപ്പുറത്ത് ആദ്യം ദൈവത്തെ തേടുക എന്നെഴുതിയിരുന്നത് ഞാൻ നോക്കിയായിരുന്നു. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് സാമി ഡേവിഡ്സൺ അതിനെ അവിടെ പെയിന്റ് ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നു. അതിന്റെ മറുഭാഗത്തായി നിങ്ങൾ നിത്യത എവിടെ കഴിച്ചുകൂട്ടും ചിന്തിക്കുക എന്നെഴുതിയിരുന്നത് ഞാൻ ഓർക്കുന്നു. കൂടാതെ നേരെ ഇവിടെയായിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാൻ വരുന്ന ആ ശമരിയ സ്ത്രീയുടെയും സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേൽ ആയിരുന്നതും വരച്ചിരുന്നു. ഓ ദൈവമേ, വളരെ കാര്യങ്ങൾ അതിനുശേഷം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഏകദേശം 5 മണി നേരത്ത് ഇവിടെ നിന്നും ഏകദേശം 30-40 മൈൽ ദൂരത്തു നിന്നും ഒരു അടിയന്തരമായ വിളി എനിക്ക് കിട്ടിയിരുന്നു. എന്റെ ഒരു വളരെ വിലയേറിയ കൂട്ടുകാരനായ സഹോദരൻ ജോർജ് കാട്ടേഴ്സിന്റെ അമ്മ മരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നതായിരുന്നു. അത് ഞാൻ തിരികെ എത്തുന്നതുവരെയും യോഗം നോക്കിക്കൊള്ളുന്നതിന് വളരെയധികം കർത്തൃസേവകർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. എടുത്തും തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ കർത്താവായ ദൈവം ആ സ്ഥലത്ത് അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ സഹോദരി കാട്ടേഴ്സ് മരണാവസ്ഥയിൽ നിന്ന് വളരെ ദൂരത്തായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം അതിനുവേണ്ടി അവരോട് നന്ദിയുള്ളവരാണ്. ഇപ്പോൾ ഉടനെ തന്നെയുള്ള തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഏകദേശം 12 മണിയാകുമ്പോഴാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് സമയത്താണ് അത് കൊടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് സമയത്തുമാ? ഇന്ന് രാത്രിയിൽ തിരുവത്താഴം എടുക്കാൻ എത്ര പേർ ഇവിടെയുണ്ട്? നിങ്ങളുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നത് ഞങ്ങൾ കാണട്ടെ. ഓ, അതെത്ര അത്ഭുതകരമായിരിക്കുന്നു. ശരി, ഞാൻ 1 അല്ലെങ്കിൽ 2 വാക്കുകൾ സംസാരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വാച്ച് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ ഊരി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് തിരുവത്താഴം തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവോ? ആമേൻ. നിങ്ങൾക്കൊരു വലിയ മഹത്തായ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഓഹിയോയിൽ നിന്നും ഇത്രയും ദൂരം മുഴുവൻ കടന്ന സഹോദരൻ തോമസ് കിഡും സഹോദരി കിഡും ഇവിടെ ഉണ്ടായിരിക്കുന്നു. അവർ മുകളിലായിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ഓ, അത് വളരെ ഭംഗിയായിരിക്കുന്നു. അത് ടേപ്പ് ചെയ്യപ്പെട്ടിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ആശിക്കുന്നു. അവർ ഒരിക്കലും ഇത് വിട്ടുകളയുകയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? 100 വയസ്സാകുന്നതിന് അവർക്ക് ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്നാൽ അതാണ്, ഇതുപോലെയുള്ള ആൾക്കാരെ കാണുന്നതാണ് എന്നെ കൂടുതൽ ധൈര്യമുള്ളവനാക്കുന്നത്. ഞാനൊരു പ്രായം ചെന്ന മനുഷ്യനായിരിക്കുന്നു. എന്നാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഇവിടെ പ്രായം ചെന്ന ഒരു മനുഷ്യനായി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ അവർക്ക് മറ്റുള്ളവരുടെ അടുക്കൽ അവരുടെ ശബ്ദം സ്പഷ്ടമാക്കാൻ വയ്യാതെയാകുമ്പോൾ അവർ ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തുകൊണ്ട് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിലും വീടുകൾ തുടങ്ങി വീടുകളിലും സുവിശേഷം പ്രസംഗിച്ചിരുന്നു. അത് വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ്. ആമേൻ. ഞാൻ അവർക്ക് വേണ്ടി തീർച്ചയായും സന്തോഷമുള്ളവനും കൂടാതെ ഇവിടെയുള്ള ഈ ശുശ്രൂഷയ്ക്കായി മുൻകൂട്ടി ഉദ്ദേശിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ വളരെ സന്തോഷമുള്ളവനുമാകുന്നു. ഇപ്പോൾ ഓർക്കുക, കർത്താവ് അനുവദിക്കുന്ന പക്ഷം യോഗം തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അത് ഏകദേശം ഫെബ്രുവരി 10-ാം തീയതിയോട് അടുത്തായിരിക്കും എന്നവർ അവകാശപ്പെടുന്നു. എന്നാൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം വെളിപാട് പുസ്തകത്തിലുള്ള 7 മുദ്രകളെക്കുറിച്ച് കുറഞ്ഞ പക്ഷം 8 അല്ലെങ്കിൽ 10 ദിവസമോ അല്ലാത്ത പക്ഷം 2 ആഴ്ചയോ എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഞങ്ങളുടെ സന്ദർശകരെ കാർഡുകൾ മൂലം അറിയിക്കുന്നതാണ്. അത് തുടങ്ങുന്നതിന് വളരെ സമയം മുമ്പ് തന്നെ അവർ അറിഞ്ഞിരിക്കട്ടെ. അഥവാ അവർ വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തീർച്ചയായും അവരിവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കും. കഴിഞ്ഞ സമയം നാം 7 സഭാ കാലഘട്ടങ്ങൾ എന്ന വിഷയത്തിൽ കൂടി കടക്കുമ്പോൾ കർത്താവ് തന്റെ സാന്നിധ്യത്തെ പ്രകടിപ്പിച്ചതുപോലെ വേറൊരു സമയം അതുപോലെയുള്ള അവന്റെ സാന്നിധ്യത്തിന്റെ പ്രകടനം അവൻ നമുക്ക് തുടരാൻ ഇടയാകട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. കാരണം വാസ്തവമായിട്ട് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ തിരുവത്താഴ് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ള ഈ 10-15 മിനിറ്റ് നേരം എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് തന്നെ ഒരുവിധം ലജ്ജ തോന്നുന്നു. എന്നാൽ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. കർത്താവായ യേശുവേ, ഓ, ഏതെങ്കിലും ഒരു ദിവസം ഈ പോരാട്ടമെല്ലാം കഴിഞ്ഞിരിക്കുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇനി രോഗികളോ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി ഇനി പാപികളോ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ പിതാവേ, ഇപ്പോൾ പ്രകാശമുള്ളതിനാൽ ഞങ്ങൾ പ്രവർത്തിക്കട്ടെ. കാരണം ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തതായ നാഴികത വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് കർത്താവെ, എന്തെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാതെ ഈ വർഷത്തെ അവസാനിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ വിഷമമായി തോന്നുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്നത് അങ്ങയുടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ധൈര്യത്തെ നട്ടുപിടിപ്പിക്കുന്നതിന് പിതാവേ, എന്നെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടെ നിന്നും പോകുമ്പോൾ അതിൽ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നതിനിടയാക്കണമേ.
ഇസ്രായേൽ മിസ്രൈമിൽ വെച്ച് ആദ്യം ഈ തിരുവത്താഴമെടുക്കുകയും 40 വർഷക്കാലം അവർ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിക്കാതെയും അവരുടെ കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമുണ്ടായിരുന്നില്ല. കൂടാതെ ആ 20 ലക്ഷം ജനങ്ങൾ മരുഭൂമിയിൽ കൂടി കടന്നു വന്നപ്പോൾ അവരിൽ ഒരുവനും ദുർബലനായിരുന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ മഹത്തായ നാഴികയെ ഞങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് വൈകുന്നേരത്തേക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ഞാൻ കുറിച്ചുകൊണ്ടുവന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നാം രാവിലെ 5 മണി വരെ ഇവിടെ ആയിരിക്കും. എന്നാൽ ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദിയുണ്ട്. കുറച്ചു നിമിഷത്തേക്ക് നാം ശക്തി പ്രാപിക്കുന്നതിനു വേണ്ടി എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. നമുക്ക് പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോടല്ല, എന്നാൽ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ഇതിൽ നിന്നും 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തേക്ക് ഒരു പാഠത്തെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയത്തെ ഒരു മത്സരം എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മത്സരം എന്നത് ശക്തിയുടെ ഒരു പരീക്ഷയാണ്. കൂടാതെ നമുക്ക് ഒരു ശക്തിയുടെ പരീക്ഷയുണ്ട്. നമുക്കതുണ്ടായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ളവർ തീ കൂട്ടിയിട്ട് ഒരു വടമെടുത്തിട്ട് ഒരു വശത്ത് കുറച്ചാളുകളെയും മറുവശത്ത് കുറച്ചാളുകളെയും നിർത്തും. അങ്ങനെ ഈ വടംവലി, അതായത് ബലത്തിന്റെ മത്സരം, തോറ്റുപോകുന്ന കൂട്ടത്തെ ആ തീയിലേക്ക് വലിച്ചിടും. ഇപ്പോൾ വളരെ കാര്യങ്ങൾ അതിലുണ്ടെന്ന് നാം അറിയുന്നതിനാൽ കുറച്ചു സമയത്തേക്ക് ഒരു മത്സരം എന്ന ഈ വിഷയത്തെ അതിലേക്ക് അടിസ്ഥാനപ്പെടുത്താൻ നമുക്ക് കഴിയും. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മത്സരമായ, അതായത് സഭയും സാത്താനും തമ്മിലുള്ള ഈ മത്സരത്തെക്കുറിച്ച് പെട്ടെന്ന് ഈ സമയം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാത്താന്റെ ആ വലിയ ശക്തിയും ദൈവത്തിന് തന്റെ സഭയിലുള്ള വലിയ ശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വളരെ വർഷങ്ങൾ കൊണ്ട് ഈ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സ്വർഗത്തിൽ വെച്ച് തുടങ്ങുകയും സാത്താൻ ഭൂമിയിലേക്ക് ചവിട്ടി പുറത്താക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം അവൻ ദൈവത്തിന്റെ ജനങ്ങളുടെ ശത്രുവായി തീർന്നു. അങ്ങനെ അതിനുശേഷം മുതൽ അവൻ അവന്റെ മുഴുവൻ ശക്തിയും തന്റെ യുദ്ധകൗശലവും ദൈവത്തിന്റെ ജനങ്ങളെ തീയിലേക്ക് വലിച്ചിടാൻ, അല്ലെങ്കിൽ അവന്റെ തീയിലേക്ക് വലിച്ചിടാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് ഏറ്റവും ശക്തിയുള്ളതെന്ന് നമുക്കറിയാം. അത് ദൈവത്തിനാണ്. സാത്താനുമായി പൊരുതുന്നതിനു വേണ്ടി ദൈവം തന്റെ ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും ഉത്തമമായ കാര്യം തന്റെ വചനമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വചനം ദൈവമായിരിക്കെ ദൈവത്തെക്കാളും ശക്തിമാനായി പിന്നെ ആരുണ്ട്? അങ്ങനെ വചനം ദൈവമാകുകയും വചനം നമ്മുടെ ശക്തിയാകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ദൈവം തന്റെ സഭയിൽ അതിന്റെ ശക്തിയായിട്ട് സാത്താനെ അവൻ ഉണ്ടാക്കിയിരിക്കുന്നതായ അവന്റെ സ്വന്തം തീയിലേക്ക് വലിച്ചിടുന്നു. അങ്ങനെ ഈ വടംവലി തുടർന്നുകൊണ്ടിരിക്കുന്നു. മർക്കോസിന്റെ 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇതൊരു പഴയ പറച്ചിലാണെന്ന് എനിക്കറിയാം, എന്നാൽ അത്രമാത്രം പഴയതുമല്ല. ഈ കാലങ്ങളിൽ ജനങ്ങൾ ഭൂതങ്ങൾ ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നില്ല. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് എന്താണെന്നാൽ നിങ്ങളുടെ ശത്രുവിനെ അറിയുക എന്നതാകുന്നു. നിങ്ങളുടെ ശത്രുവിനെ അറിഞ്ഞിട്ട് നിങ്ങൾ അവനുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മത്സരത്തിന് വേണ്ടി പരിശീലനം പ്രാപിക്കുക. കാരണം നിങ്ങൾ അവനുമായി കൂട്ടിമുട്ടാൻ പോവുകയാണ്. അവനെ അറിയുക, കൂടാതെ അവന്റെ ശക്തി അറിയുക. അതിനുശേഷം അവനുമായി കൂട്ടിമുട്ടുമ്പോഴുള്ള മത്സരത്തിന് നിങ്ങൾ പരിശീലനം പ്രാപിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവനുമായി ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മത്സരത്തിന് വേണ്ടി പരിശീലനം പ്രാപിക്കുക. ഒരു മത്സരത്തിന് വേണ്ടിയുള്ള പരിശീലനം എന്നത് ഒരു മൽപിടുത്തക്കാരനെ പോലെയാണ്. അവൻ അവന്റെ ശത്രുവിനെ ഒരു മത്സരത്തിൽ അവൻ ഏറ്റുമുട്ടിയിട്ട് പോരാടുവാൻ പോവുകയാണ്. ഒരു നല്ല യഥാർത്ഥ യോദ്ധാവ് തന്റെ എതിരാളിയെ സാധാരണയായി അറിയുകയും അവനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. അവൻ തന്റെ എതിരാളിയുടെ പ്രഹരത്തെക്കുറിച്ച് പഠിക്കുകയും എവിടെയാണ് അവൻ ഇടിക്കുവാൻ പോകുന്നതെന്നതിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നു. അവൻ മുമ്പോട്ടാണോ കുനിയുന്നതെന്നും പ്രകോട്ടാണോ തൂകുന്നതെന്നും വലത്ത് കൈ കൊണ്ട് ഇടിക്കുവാനാണോ അല്ലെങ്കിൽ ഇടത്ത് കൈ കൊണ്ട് ഇടിക്കുവാനാണോ എന്നും അവനറിയാം. അവൻ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു. അതിനുശേഷം അവനൊരു നല്ല മിടുക്കനായ യോദ്ധാവാണെങ്കിൽ അവൻ തനിക്കൊരു പങ്കാളി ഒപ്പിച്ചിട്ട് ആ പങ്കാളിയുമായിട്ട് അവന്റെ എതിരാളി അവനുമായി പോരാടുന്നത് പോലെ പോരാടും.
ആ കാരണത്താൽ അവന്റെ എതിരാളിയുടെ എല്ലാവിധ പ്രഹരങ്ങളെക്കുറിച്ചും ആ സ്ഥാനത്ത് അവൻ എത്തുമ്പോൾ അവൻ അറിയാൻ കഴിയും. ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ പരിശീലനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യോഹന്നാൻ 3:16 സുവർണ ചട്ടമെടുത്ത് തുടങ്ങുക. അതുമായി നേരെ നിങ്ങൾ തുടങ്ങുക. അത് നിങ്ങളെ തറയിലാക്കും. അതിനുശേഷം പുറത്താക്കുന്നതിനുള്ള ഇടികളെക്കുറിച്ച് പരിശീലിക്കുക. കാരണം നിങ്ങൾ അത് ഉപയോഗിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. നിങ്ങളുടെ ശത്രുവിനെ ഇടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അഭ്യസിക്കപ്പെട്ടിരിക്കണം. ദൈവം എല്ലായ്പ്പോഴും തന്റെ വചനത്തെ അതിനായി ഉപയോഗിക്കുന്നു. തന്റെ ശത്രുവിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ വചനത്തെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. തന്റെ ജനങ്ങൾക്ക് അവരുടെ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനായി ദൈവത്തിന് ഇതിലും നല്ലതായിട്ട് വേറെന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്തിരുന്നേനെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, അതായത് ദൈവം ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. തന്റെ തീരുമാനങ്ങളെ ഒരിക്കലും അവന് മാറ്റേണ്ടി വരികയില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് ശത്രുമായി പോരാടുന്നതിന് വേണ്ടി തന്റെ ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും ആദ്യത്തെ തീരുമാനം തന്റെ വചനമായിരുന്നു. അവന്റെ വചനത്താൽ അവർ സുരക്ഷിതമാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ശത്രുവും വചനം കൊണ്ട് നമ്മുടെ യുദ്ധകൗശലങ്ങളെ പഠിക്കാൻ പോവുകയാണ്. സാത്താൻ ഹൗവയുടെ അടുക്കൽ വന്നപ്പോൾ അവൻ വളരെ പൂർണ്ണമായും അതെല്ലാം പഠിച്ചിരുന്നു. ഹൗവയുടെ മേൽ അവൻ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഏറ്റവും നല്ല യുദ്ധകൗശലം വചനവുമായിട്ട് ന്യായവാദം ചെയ്യുക എന്നതായിരുന്നു. ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ന്യായവാദം ചെയ്യേണ്ട ആവശ്യമില്ല. അത് വെറുതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കരുത്. അതിനെ ആകൃതിപ്പെടുത്തുവാനായി ശ്രമിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ ആകൃതപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം ദൈവം വചനമാകുന്നു. അത് വിശ്വസിക്കുന്നതിന് മാത്രമായി ഉണ്ടാക്കിയിരിക്കുന്നു. അത് നമ്മുടെ ബലമാകുന്നു. വചനത്തെ സ്വീകരിക്കുക മാത്രം ചെയ്യുക. ഒരു വിത്ത് അതിന്റെ ശരിയായ നിലത്ത് വീഴുമ്പോൾ അതിന്റേതായ തരത്തിലുള്ള ഫലങ്ങൾ അത് ഉത്പാദിപ്പിക്കുമെന്ന് ആർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നാം വചനത്തെ മാത്രം അതുപോലെ എടുക്കുക. ഹൗവ വചനത്തെ എടുത്ത് സാത്താനോട് കാണിച്ചപ്പോൾ അവൾ അവിടെ നിന്നുകൊണ്ട് ന്യായവാദം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നീ അത് തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞതുമായി സാത്താൻ ഒരിക്കലും വിസമ്മതിക്കുകയുണ്ടായില്ല. അവൻ പറഞ്ഞു, തീർച്ചയായും അത് ശരിയാണ്. എന്നാൽ അവൻ പറഞ്ഞു, നോക്കൂ, ഇതിലും കുറച്ചുകൂടി പുതിയ പ്രകാശത്തിന്റെ ആവശ്യം നിനക്കുണ്ട്. അതായത് ദൈവം പറഞ്ഞതിൽ നിന്നും എന്തോ ഒന്ന് സ്വല്പം വ്യത്യസ്തമായിരുന്നു അത്. നീ അത് ചെയ്യുകയാണെങ്കിൽ നീ സ്വല്പം കൂടി മിടുക്കുള്ളവളായി തീരും, കൂടാതെ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടും. എന്നാൽ അവൾ പറഞ്ഞു, ശരി, എന്നാൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ നീ മരിക്കുമെന്ന്? അവൻ പറഞ്ഞു, ഓ തീർച്ചയായും. നോക്കൂ, അവിടെയാണ് നിങ്ങൾ വരുന്നത്. അത് അത്രമാത്രം മതി. തീർച്ചയായും നീ മരിക്കില്ല. എന്നാൽ ദൈവം പറഞ്ഞു, അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. അത് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം അതാ വലിയ വടംവലിയെ പൊട്ടിച്ചിട്ട് മുഴുവൻ മനുഷ്യവർഗത്തെ മരണത്തിലേക്ക് വലിച്ചിട്ടു. കാരണം ഹൗവ ദൈവത്തിന്റെ വചനത്തിനെതിരായിട്ട് ന്യായവാദത്തിന് ചെവി കൊടുത്തു. അവൾ ചെയ്തത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. എന്നാൽ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നാം എപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ കണ്ണ് യേശുക്രിസ്തുവിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയാം. ദൈവം നമുക്ക് ഏറ്റവും നല്ല പ്രതിരോധമായിട്ട് അവന്റെ വചനത്തിൽ മാത്രം വിശ്വസിക്കുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, കൂടാതെ ഇന്ന് വളരെ പേർ പറയുന്നത്, അതായത് സാത്താൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്നാണ്. അവർ വിശ്വസിക്കുന്നത് അത് കേവലം ഒരു വിചാരം മാത്രമാണ് എന്നാണ്. അങ്ങനെ അവർ അത് വിശ്വസിക്കുന്നു. ചില ആളുകൾ അതിനെ പ്രകാരം വിശ്വസിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് എന്നത് ഒരു നല്ല വിചാരവും സാത്താൻ എന്നത് ഒരു ചീത്തയായ വിചാരവുമാണെന്നാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുമ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ വരുമ്പോൾ, ഇവിടെ അവൻ എന്നത് വ്യക്തിപരമായ ഒരു സർവനാമമാണ്. അതുകൊണ്ട് അവൻ എന്ന് പറയുന്നത് അവനൊരു വ്യക്തിയാണ്. കൂടാതെ സാത്താനും ഒരു വ്യക്തിയാണ്. പിശാചുക്കളെല്ലാം വ്യക്തികളാണ്. അതെ, അവർ പിശാചുക്കളാണ്. കൂടാതെ അവർ പല രീതിയിലായിട്ട് വരുന്നു. എന്നാൽ ഈ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു പഴയ രീതിയിലുള്ള ആശയമായിട്ടാണ്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വളരെ പല എന്നോട് ഇതിനെക്കുറിച്ച് തർക്കിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ചോദിച്ചു. അതായത് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവരുടെ മനസ്സുകളെ അതിനെക്കുറിച്ച് ചിന്തിക്കാനായുള്ള ഒരു സ്ഥിതിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് വിചാരത്തിന്റെ വെറുമൊരു മാറ്റം മാത്രമാണ്. ഒരിക്കൽ ഇന്ത്യയിൽ വെച്ച് ഇതേ പ്രകാരമുള്ള ഒരു കാര്യത്തെ കണ്ടുമുട്ടുവാൻ എനിക്കിടയായി. അവിടെ വെച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രോതാക്കളുടെ കൂട്ടം, അതായത് 6,00,000 ജനങ്ങൾ കേൾവിക്കാരായി ഒരു യോഗത്തിൽ നമുക്കുണ്ടായിരുന്നത്. ആത്മാവിലുള്ള വിവേചന ശക്തി കൊണ്ടാണ് ഞാനത് കണ്ടുപിടിച്ചത്. ശ്രോതാക്കളുടെ ഇടയിൽ നിന്നും പരിശുദ്ധാത്മാവ് ജനങ്ങളെ വിളിക്കുന്നതും അവരുടെ വ്യത്യസ്തമായ കാര്യങ്ങളെ അവരോട് പറയുന്നതും അവർ കണ്ടിരുന്നു. കൂടാതെ അവരുടെ വിചാരങ്ങളെ കണ്ടുപിടിച്ചിരുന്നു. അവിടെയുള്ള രാജാക്കന്മാരും അവരുടെ വിശുദ്ധന്മാരായ ആളുകളും പറഞ്ഞു, അവർ പറഞ്ഞു, ഇദ്ദേഹം അവരുടെ മനസ്സ് വായിക്കുകയാണെന്ന്.
അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഏകദേശം 5 അല്ലെങ്കിൽ 6 പേർ പ്രാർത്ഥനയുടെ നിരയിൽ കൂടി കടന്നുപോയതിനു ശേഷം ഒരന്ധനായ മനുഷ്യൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം പരിപൂർണമായും അന്ധനായിരുന്നു. എന്റെ ഉടുപ്പ് പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെള്ളയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ അന്ധനായ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആർക്ക് വേണമെങ്കിലും അദ്ദേഹം അന്ധനാണെന്ന് വന്ന് കാണുവാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്നത് ഒരു ദാനത്താൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞേക്കാം എന്നുള്ളത് മാത്രമാണ്. അതുമൂലം അവൻ എന്താണ് ചെയ്തതെന്ന് ദൈവത്തിനറിയാമെങ്കിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തീർച്ചയായും അവൻ അറിയും എന്നൊരു വിചാരം അവനിലുണ്ടാകും എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവനെ നോക്കുക, അദ്ദേഹം സൂര്യനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ 20 വർഷങ്ങളോളമായിട്ട് അദ്ദേഹം അന്ധനായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണെന്ന് പരിഭാഷകൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം വിവാഹിതനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നീളം കുറഞ്ഞതും അദ്ദേഹത്തിന് ഏകദേശം 7 വയസ്സും 9 വയസ്സുമുള്ള 2 ആൺകുട്ടികളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് യഥാർത്ഥമായും ശരിയായിരുന്നു. അവരുടെ പേരുകൾ എന്തായിരുന്നോ അതും വിളിച്ചു പറഞ്ഞു. അപ്പോൾ ശ്രോതാക്കളുടെ ഇടയിൽ നിന്നും, അതായത് എവിടെ ജനങ്ങൾ ഇരുന്നിരുന്നോ അവിടെ നിന്നും ഈ ശബ്ദ തരംഗങ്ങൾ കടന്നു വരാൻ തുടങ്ങി. ഇത് മാനസികമായതാണ്. ഇതെന്തോ മനഃശാസ്ത്രപരമായ ഒരു കാര്യത്താൽ അവരുടെ മനസ്സ് വായിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവെ, നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ, കർത്താവെ, എനിക്ക് നിന്റെ സഹായത്തെ ആവശ്യമായിരിക്കുന്നു. ഈ ജനങ്ങൾ ഇതിനെ പരഹൃദയ ജ്ഞാനത്തിന്റെ തരമാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് അങ്ങനെയല്ല. കർത്താവെ, അത് നിനക്കറിയാമല്ലോ. എന്നിരുന്നിട്ടും തിരുവെഴുത്തുകളിൽ നിന്നും പിതാവ് കാണിച്ചിട്ടല്ലാതെ യേശു ഒന്നും ചെയ്തിരുന്നില്ല എന്ന് ഞാൻ കാണിച്ചു കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ആ വ്യക്തിയെ നോക്കുന്നതിനായി തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൊട്ടു മുകളിലായി ഒരു ദർശനത്തിൽ അദ്ദേഹത്തെ എനിക്കുള്ളതുപോലെ നല്ല കണ്ണുകളോടുകൂടി ഞാൻ കണ്ടു. ഇപ്പോൾ ഇതാണ് തക്ക സമയമെന്ന് ഞാൻ ഓർത്തു. ഈ വ്യക്തി ഒരു സൂര്യ ആരാധനക്കാരനായിട്ട് അന്ധനായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ മുഹമ്മദിയരായ പുരോഹിതന്മാർ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഇവിടെ ഷിയറ്റ്സും ജൈനികളും ബുദ്ധമതക്കാരും അങ്ങനെ പലവിധ മതവിഭാഗക്കാരുടെ പുരോഹിതന്മാർ ഇവിടെ ഉണ്ടായിരിക്കുന്നല്ലോ. ഇപ്പോൾ ഈ മനുഷ്യൻ കാഴ്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം സൃഷ്ടികർത്താവിന് പകരം സൃഷ്ടിയെ ആരാധിച്ചിരുന്നു എന്ന് നിങ്ങൾ പറയുമല്ലോ. ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുന്നു. ഇന്ന് ജൈനികളുടെ അമ്പലത്തിൽ വെച്ച് എനിക്ക് അതിഥി സൽക്കാരം നൽകുകയുണ്ടായി. അവിടെ വെച്ച് 17 വ്യത്യസ്ത മതവിഭാഗക്കാർ അഭിമുഖ സംഭാഷണത്തിനായി അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ക്രിസ്തുവിനെതിരായിരുന്നു. എല്ലാവരും ക്രിസ്തുവിനെതിരായിരുന്നു. ഇപ്പോൾ നിങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ക്രിസ്തു അത്രമാത്രം തെറ്റാണെങ്കിൽ ഈ വ്യക്തി കാഴ്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും സൃഷ്ടിയുടെ ദൈവമായ, അതായത് ഈ ലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയവനായവന് മാത്രമേ ഇവന് കാഴ്ച കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് യുക്തിപരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ, ഞാൻ പറഞ്ഞു, മുഹമ്മദിയരാണ് ഇവിടുത്തെ പ്രമുഖരായ മതവിഭാഗക്കാർ. ഒരു മുഹമ്മദനായ പുരോഹിതൻ ഇവിടേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹത്തിന് കാഴ്ച കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ മുഹമ്മദരുടെ മതത്തെ പിന്തുടരാം. അല്ലെങ്കിൽ ഒരു ബുദ്ധമതക്കാരുടെ പുരോഹിതൻ കഴിയുമെങ്കിൽ ഇവിടെ വന്ന് അദ്ദേഹത്തിന് കാഴ്ച കൊടുക്കട്ടെ. എന്നാൽ അത് അവനെ സൃഷ്ടിച്ച ദൈവമായിരിക്കട്ടെ. ആ ദൈവം എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഒരു ദൈവമായിരിക്കണം. കാരണം ഒരു ദൈവമുണ്ടായിരിക്കണം. ഒരു സൃഷ്ടികർത്താവിനെ കൂടാതെ നമുക്കൊരു സൃഷ്ടി ഉണ്ടായിരിക്കാൻ കഴിയുന്നതല്ല. ഈ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാക്കുവാൻ ഒരു സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. സൂര്യനെ നോക്കിക്കൊണ്ട് ആരാധിച്ചാൽ തനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ 20 വർഷമായിട്ട് അവൻ അന്ധനായിരിക്കുന്നു. അദ്ദേഹം തന്റെ അറിവില്ലായ്മയിൽ ചെയ്തതാണ്. നിങ്ങൾ ബുദ്ധമതക്കാരുടെ പുരോഹിതന്മാർ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്താഗതിയെ മാറ്റും, എന്നിട്ട് അവൻ തെറ്റാണെന്ന് പറയും. അവർ അവരുടെ മരിച്ചുപോയ പൂർവികരെ ആരാധിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നേനെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക അവന്റെ ചിന്താഗതിയെ മാറ്റിയിട്ട്? നിങ്ങൾ മുഹമ്മദിയർ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ അവന്റെ ചിന്താഗതിയെ മാറ്റുമോ? അതുപോലെ ഷിയറ്റ്സും ജൈനികളും മറ്റെല്ലാ മതവിഭാഗക്കാരും അവരുടെ ചിന്താഗതിയെ മാറ്റിക്കളയും. ഇത് തന്നെ ഞങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മെത്തഡിസ്റ്റുകാർ ബാപ്റ്റിസ്റ്റുകാരെ എല്ലാം മെത്തഡിസ്റ്റുകാരാക്കാൻ ശ്രമിക്കുന്നു. പെന്തിക്കോസ്തുകാരെല്ലാം മെത്തഡിസ്റ്റുകാരെയും കൂടി പെന്തിക്കോസ്തുകാരാക്കാൻ ആഗ്രഹിക്കുന്നു. അത് വിചാരത്തിന്റെ ഒരു മാറ്റമാണ്. എന്നാൽ നാം അതിനെക്കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാം സൃഷ്ടികർത്താവ് ദൈവത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സൃഷ്ടികർത്താവ് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ ദർശനം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതുപോലെ യാതൊരു കാരണവശാലും ഇത് പറയുകയില്ലായിരുന്നു. ഇപ്പോൾ ദൈവമായവനായ അവൻ വന്നിട്ട് അവന് കാഴ്ച കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഏതൊരു പുരോഹിതനെയും അല്ലെങ്കിൽ ഒരു രാജായെയും ഞാൻ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ ഏത് വിശുദ്ധ മനുഷ്യനെയും, അല്ലെങ്കിൽ എന്തു തന്നെയായിരുന്നാലും ഇവിടെ കടന്നു വന്ന അദ്ദേഹത്തിന് അവന്റെ കാഴ്ചയെ കൊടുക്കട്ടെ. ഞാൻ നിങ്ങളുടെ നീതിശാസ്ത്രത്തെ പിന്തുടരാം. നിങ്ങളൊരു വ്യക്തിയെ മനം തിരിച്ചിരിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശാന്തരായ ഒരു ജനക്കൂട്ടമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ആരും അത് ചെയ്തില്ല. നിങ്ങൾ ഇത്രമാത്രം മൂകരായത് എന്താണെന്ന് ഞാൻ ചോദിച്ചു.
അതിന്റെ കാരണം എന്താണെന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതിനാലാണ്. എനിക്കും അത് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അവന്റെ ദാസനാകുന്നു ഞാൻ. ഈ മനുഷ്യൻ കാഴ്ച പ്രാപിക്കാൻ പോകുന്നുവെന്ന് ഈ സമയം എന്നെ ഒരു ദർശനത്തിൽ കൂടി അവൻ കാണിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ അതങ്ങനെയല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവനെ യേശു ക്രിസ്തുവിന് കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ അന്ധനായ മനുഷ്യൻ കാഴ്ച പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര പേർ നിങ്ങളുടെ ജീവനെ യേശു ക്രിസ്തുവിന് ഇവിടെ വെച്ച് കൊടുക്കുമെന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പൂജാരികളെ നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. ആരും ഇവിടേക്ക് കടന്നു വന്നില്ല. അവരുടെ മതം അത്ര വലുതും മഹത്വമേറിയതുമാണെന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് കടന്നു വന്നില്ല? ആരെങ്കിലും ഇവിടേക്ക് കടന്നു വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയാത്തത് എന്താണ്? ആരും കടന്നു വന്നില്ല. ഈ അന്ധനായ മനുഷ്യൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിൽ അവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. ഈ മനുഷ്യന്റെ കണ്ണുകളെ പരിശോധിക്കുന്നതിന് ഒരു ഡോക്ടർ അവിടേക്ക് കടന്നു വന്നു. അവനെ പരിശോധിച്ചിട്ട് അവൻ അന്ധനാണെന്ന് തന്റെ തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും അദ്ദേഹം അന്ധനാണ്. എന്നാൽ ദൈവം അവന് കാഴ്ച കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേർ യേശു ക്രിസ്തുവിനെ സേവിക്കുമെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം ദൂരം സമുദ്രം പോലെ കറുത്ത കരങ്ങൾ ഉയർത്തിരുന്നു. എന്നിട്ട് അന്ധനായ മനുഷ്യനെ നേരെ തിരിഞ്ഞിട്ട്, കർത്താവായ യേശുവേ, അവിടുന്ന് ദൈവമാണെന്ന് ഇവരറിയാൻ ഇടയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ മനുഷ്യൻ എന്റെ കഴുത്തിന് ചുറ്റും കൈയിട്ട് എന്നെ ചാടിപ്പിടിച്ചു. ബോംബെയുടെ നഗരാധ്യക്ഷൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ അവൻ ചുറ്റിപ്പിടിച്ചു. മറ്റാർക്കും കാണാൻ കഴിയാവുന്നതുപോലെ നല്ലതായിട്ട് അവന് കാണാൻ കഴിയുമായിരുന്നു. എന്തായിരുന്നു അത്? യഥാർത്ഥത്തിൽ അതൊരു ശക്തിയാണ്. ദൈവം ദൈവമാകുന്നു, സാത്താൻ സാത്താനുമാകുന്നു. നിങ്ങൾ സാത്താൻ എന്നൊരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഞാൻ ആദ്യമായി തുടങ്ങിയപ്പോൾ ഒന്നും മുമ്പിൽ നോൽക്കാതെ എല്ലാ ദിവസവും അവന്റെ അടുക്കിലേക്ക് ഞാൻ ഓടിയിരുന്നു. പിശാച് എന്നൊരു കാര്യമില്ലെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്കെല്ലാ ദിവസവും അവനുമായി പോരാടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാത്താൻ എന്നൊരു കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അവനുമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ പരിശീലിക്കപ്പെട്ടവരേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസത്താലോ അല്ലെങ്കിൽ മനഃശാസ്ത്രത്താലോ അല്ല പരിശീലിക്കപ്പെടേണ്ടത്, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ പരിശീലിക്കപ്പെടേണ്ടിയിരിക്കുന്നു. തന്റെ വചനത്തിലുള്ള ദൈവത്തിന്റെ ശക്തി അത് പ്രകടമാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ശത്രുവിനെ അറിയുക. ഓ, അവൻ എത്രമാത്രം ക്രൂരമേറിയ ഒന്നാകുന്നു. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അതിലേക്ക് കടക്കുവാൻ എത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ കൂടി പിൻകാലങ്ങളിലേക്ക് പോയിട്ട് അവിടെ ഒരു മനുഷ്യൻ അതിനെ എങ്ങനെ മുഖാമുഖം നേരിട്ടു എന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശത്രുവുമായിട്ടുള്ള പോരാട്ടത്തിൽ അവർ തങ്ങളെ തന്നെ എത്രമാത്രം ദൈവവചനത്താൽ ബലപ്പെടുത്തിയിരുന്നു എന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോഹയ്ക്ക് അതിന്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. മഴ പെയ്യാൻ പോകുന്നുവെന്ന് ദൈവം അവനോട് പറഞ്ഞത് അവൻ അറിയാമായിരുന്നു. ആ മത്സരം ശാസ്ത്രവും ദൈവത്തിന്റെ വചനവും തമ്മിലായിരുന്നു. ശാസ്ത്രം പറഞ്ഞു അത് സംഭവിക്കാൻ കഴിയുകയില്ലെന്ന്, ദൈവം പറഞ്ഞു അത് സംഭവിക്കുമെന്ന്. ആമേൻ. അതേ കാര്യം തന്നെ ഇന്നും നിലവിലിരിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കപ്പെട്ടിരിക്കുന്നു. പിശാചുക്കൾ അവിടെ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് തന്റെ സഭയ്ക്ക് അത് ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒരു ദിവസം സുന്ദരിയായ ഒരു സ്ത്രീയിൽ നിന്നും അവൻ 7 ഭൂതങ്ങളെ പുറത്താക്കി. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരു മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാക്കൾ വിട്ടുപോവുകയാണെങ്കിൽ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒന്ന് അവനെ വിട്ടുപോയി എന്നുള്ളതിനെ അത് കാണിക്കുന്നു. ഒരശുദ്ധാത്മാവനെ വിട്ടുപോയി. അങ്ങനെ അശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ അത് ദൈവത്തിന് ആ വ്യക്തിയിലേക്ക് കടന്നു വരാൻ ഒരു അവസരം നൽകുന്നു. അങ്ങനെ അവൻ പുറത്തു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വരാൻ ഇടയാകട്ടെ. വെറുതെ ഒന്നുമില്ലാതെ അതവിടെ വിട്ടുകളയരുത്. നിങ്ങളുടെ പാവങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക മാത്രം ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പായിരുന്നതിലും കുറെ കൂടി വഷളായ അവസ്ഥയിലായിത്തീരും. എന്നാൽ ഒരിക്കൽ സാത്താൻ ജീവിച്ചിരുന്ന സ്ഥലം സ്വായത്തമാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ സ്ഥലം നിറയ്ക്കുക. അതിനുശേഷം നിങ്ങളിൽ സാത്താനെ പുറത്താക്കാനും വചനം നിങ്ങളിൽ വെളിപ്പെടുവാനും തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന് ശക്തി നിങ്ങളിൽ ഉണ്ടായിരിക്കും. മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നു. സന്ധ്യാകാലത്തെ വെളിച്ചങ്ങൾ പ്രവാസിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാന്നിധ്യനായിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് നേരം മാത്രം അവശേഷിക്കുന്നു. വിസിലുകൾ ഊതപ്പെടുകയും അതിനുശേഷം അർദ്ധരാത്രിയാകുകയും ചെയ്യപ്പെടും. അതിനുശേഷം നാം ഈ കെട്ടിടം വിടുകയും നമ്മുടെ വിവിധ സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും പോവുകയും ചെയ്യും. പുറത്തുള്ള കാര്യങ്ങളെ നേടുന്നതിനും ലോകത്തെ നേരിടുന്നതിനും വേണ്ടി നാം പോവുകയും ചെയ്യും.
ഇതിനു മുമ്പുള്ള സമയങ്ങളിൽ നാം പോയിരുന്നത് പോലെ നാം ഇപ്പോൾ പോകാനിടയാകരുത്. അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയുമായിട്ട് നമുക്ക് പോകാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് പോകാം. അവന്റെ ഇരുവായി തലയുള്ള വാളിനെ കൈകാര്യം ചെയ്യാൻ അവന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോകാം. കൂടാതെ കവചവും ദൈവത്തിന്റെ സർവായുധ വർഗങ്ങളോടും കൂടി ശത്രുവിനെ എതിരിടുന്നതിനായി നമുക്ക് പോകാം. കാരണം അവൻ ഓരോ ദിവസവും കൂടുതൽ ശക്തിയും ബലവും പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ശത്രു ജലപ്രളയം പോലെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരായി തള്ളിപ്പായുന്ന ഒരു മാനദണ്ഡം ഉയർത്തുന്നു. നാം ഈ കാര്യങ്ങളുടെ അവസാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ മർമ്മങ്ങൾ നമ്മൾ മുഴുവനാക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ, നാം കൂടുതൽ ഉൾപ്രാപണ ശക്തിയെ, ഒരു ഉൾപ്രാപണത്തിനായുള്ള ശക്തിയെ പ്രാപിക്കാനായി നോക്കുന്നു. അത് ശത്രുവിന്റെ ശക്തിയെ എതിരിടുകയും സഭയെ ഉൾപ്രാപണത്തിലാക്കിയിട്ട് മഹിമയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. നമുക്കതുണ്ടാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാരെ പോലെ 1963 വർഷം ഒരു വെല്ലുവിളിയോടെ നമുക്ക് നേരിടാം. പഴയ നിയമകാലത്തെ ശദ്രക്കനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ പോലെയും നാം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഈ ലോകത്തിലെ പിശാചുക്കളുടെ മുമ്പിൽ മുട്ടുകുട്ടാതെ എന്നാൽ ഈ പോരാട്ടത്തിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കാം. ഇന്ന് രാത്രിയിൽ നാം ആ ചൂളം വിളികെട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രകാരം തോന്നുന്നു, എന്തോന്ന് ദാവീദ് ചെയ്തതുപോലെ ആ ഭയാനകമായ ചൂടുള്ള രാത്രിയിൽ അവന്റെ ശത്രുക്കൾ ഉണർത്തപ്പെട്ടപ്പോൾ ആ മൽബരി ചെടികളുടെ ഇടയിൽ അവൻ കിടന്നു. അതേ രീതിയിലുള്ള ഒരു നാഴികയായിരുന്നിരിക്കാം ദാവീദിന്. അതെന്തൊരു സമയമായിരുന്നിരിക്കാം അവൻ അതുപോലെ കിടക്കേണ്ടി വന്നിരുന്നത്. എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്തിനാൽ നയിക്കപ്പെടണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ കുറ്റിക്കാടുകളുടെ മുകളിലൂടെ ഒരു കാറ്റടിക്കുന്ന ശബ്ദം പോകുന്നത് പോലെ അവൻ കേട്ടു. ദൈവം അവന് മുമ്പ് കൂടി പോയിരുന്നു എന്ന് അവൻ അറിയുകയും അവന് യുദ്ധം ചെയ്യുവാനായി പോവുകയും ചെയ്തു. കഴിഞ്ഞ രാത്രിയിലെ സന്ദേശത്തിന് ശേഷം എനിക്ക് അതുപോലെ എന്തോ ഒന്ന് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ഉയർന്ന നാഴികയിലാണ് ഞാൻ കിടക്കുന്നത്. യെശയ്യാവ് ദൈവത്തിന്റെ മന്ദിരത്തിൽ മാലാഖമാരെ കണ്ടതിന് ശേഷം അവൻ അനുഭവപ്പെട്ടതുപോലെ എനിക്കും തോന്നുന്നു. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനങ്ങളുടെ ഇടയിൽ ഞാൻ വസിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കൂ, അതെങ്ങനെയായിരുന്നാലും എനിക്ക് അതിനെ എതിരേൽക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരേ ഒരു വഴി ഞാൻ ആ മൽബരി കുറ്റിക്കാടുകളുടെ ഇടയിലൂടെ ആ കൊടി ശബ്ദം കേൾക്കുന്നതിനായി കാത്തിരിക്കുന്നതാകുന്നു. ശത്രു എവിടെയായിരുന്നാലും അതിനെ എതിരിടാൻ പോകുന്നതിനായി കാത്തിരിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിന് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ 12 മണിയാകുന്നതിന് 1 മിനിറ്റ് കൂടി ശേഷിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 62-ാം വർഷം അതിന്റെ എല്ലാം അവസാനിപ്പിച്ചും കൂടാതെ നമുക്കും അതോടൊപ്പം അതിനെ അവസാനിപ്പിക്കാം. നാം ഓരോരുത്തരും ഇപ്പോൾ നമ്മുടെ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാം. മത്സരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മിൽ ഓരോരുത്തരും, വിശുദ്ധ പൗലോസ് പറയുന്നു, പിമ്പിലുള്ള കാര്യങ്ങളെ മറന്നുകൊണ്ട്, കഴിഞ്ഞ വർഷത്തെ എല്ലാ തെറ്റുകളെയും മറന്നുകൊണ്ട് ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ ചെയ്തിരിക്കുന്ന എന്റെ സകല തെറ്റുകളെയും അതിനുശേഷമുള്ളതിനെയും ക്ഷമിക്കണമേ. ദൈവം എന്നോട് ക്ഷമിക്കണമേ. സഭ എന്നോട് ക്ഷമിക്കണമേ. കൂടാതെ ആ ശുശ്രൂഷ അത് ശരിക്ക് സാധിക്കാൻ കഴിയാതെ ആയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അതിനെയും എന്നോട് ക്ഷമിക്കണമേ. സഭ എന്റെ തെറ്റുകളെ ക്ഷമിക്കണമേ. യേശുക്രിസ്തുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ആഞ്ഞുകൊണ്ടിരിക്കും. നാളെ എന്തൊക്കെയാണ് വഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ 1963 ആരുടെ വശമാണെന്ന് എനിക്കറിയാം. നമ്മുടെ കൈകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ടിപ്പോൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറയുകയും കടന്നുവരുന്ന വർഷങ്ങളിലൂടെ ദൈവം നമ്മെ സഹായിക്കുന്നതിനായി ചോദിക്കുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ തെറ്റുകളും കൂടാതെ വളരെയധികം വിചാരങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ 1962-ാം ആണ്ടിന്റെ മരണത്തെയും 63-ാം ആണ്ടിന്റെ ജനനത്തെയും സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓ ദൈവമേ, ഞങ്ങൾ യേശുവിനെയും അവന്റെ പദ്ധതിയെയും കാണുന്നതുവരെ ഞങ്ങളെ ഈ ഏണിയുടെ ഒരു പടി ഉയരത്തിലേക്കാക്കണമേ. ഈ പഴയ ആണ്ട് മരിക്കുകയും പുതിയ വർഷം ജനിക്കുകയും ചെയ്യുമ്പോൾ, കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ഈ പഴയ മനുഷ്യന്റെ പാപവും അവിശ്വാസവും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മരിക്കാനിടയാക്കണമേ. കൂടാതെ 1963 പുതിയ ജന്മം പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ കടന്നു വരാനിടയാക്കണമേ. അത് ഞങ്ങളുടെ ജീവനുകളെ നിറയ്ക്കുകയും ക്രിസ്തുവിൽ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ നിനക്ക് അനുയോജ്യമായ ദാസന്മാരാക്കണമേ. ഞങ്ങളുടെ കഴിഞ്ഞകാലത്തെ ക്ഷമിക്കുകയും ഞങ്ങളുടെ ഭാവി അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
ഓ ഞങ്ങളുടെ ദൈവമായ യഹോവേ, അവിടുത്തെ ശക്തമായ കരങ്ങളാൽ ഞങ്ങളെ നടത്തണമേ. ഇവിടെയുള്ള കർത്തൃസേവകരെ അനുഗ്രഹിക്കണമേ. ഇവിടെയുള്ള എല്ലാ സാധാരണ ജനങ്ങളെയും എല്ലാ സന്ദർശകരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ നിന്റെ സേവകരാകുന്നു. ഞങ്ങളെ തന്നെ ഈ 1963 വേണ്ടി മുഴുവനായി നിനക്ക് തരുന്നു. അതുമൂലം ഞങ്ങളുടെ ജീവനുകളിൽ നിന്റെ ആത്മാവിന്റെ ശക്തി കൂടുതൽ പ്രമുഖതയുള്ളതാകാൻ ഇടയാകട്ടെ. ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശക്തരായ മനുഷ്യരെ ഉയർത്തണമേ. ശക്തരായ വിശ്വാസത്തിന്റെ യോദ്ധാക്കന്മാരെ ഉയർത്തണമേ. കർത്താവെ, മറഞ്ഞിരിക്കുന്ന മന്നയും വെള്ളക്കല്ലും ഈ വർഷം ഞങ്ങൾക്കായി തുറക്കണമേ. അതിൽ കൂടി ദൈവത്തിന്റെ പദ്ധതികളെ കാണുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവന്റെ ശിലാകോണങ്ങളുടെ മൂടികളെ തുറക്കണമേ. ഞങ്ങൾ ഓരോരുത്തരുടെ മേലെ യേശു ക്രിസ്തു എന്ന മൂടി വെക്കണമേ. അവന്റെ അതിഗംഭീരമായ വിശുദ്ധിയുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെ മേലുമായിരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ തീ ഞങ്ങളുടെ മേൽ വരാനിടയാക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി പ്രകടമാക്കാനിടയാക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിനക്ക് എത്രമാത്രം നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടേതാകുന്നു. കർത്താവെ, ഞങ്ങൾ ഞങ്ങളെ തന്നെ മുഴുവനായി നിനക്ക് തരുന്നു. ഞാൻ അങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ എവിടേക്കാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നോ അറിയുന്നില്ല. സർവശക്തനായ ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിന്റെ അയോഗ്യനായ ദാസനെ നീ നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമൂലം സർവശക്തന്റെ ആദരവിന്റെ മഹിമയ്ക്ക് ഞാൻ ഉപയോഗപ്പെടാൻ ഇടയാക്കണമേ. പിതാവെ, അനുവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീകമായും ശാരീരികമായും രോഗികളായവരെയും പീഡിതരായവരെയും സൗഖ്യമാക്കണമേ. കൂടാതെ അടിയങ്ങളെ അങ്ങയുടെ സേവകരാക്കണമേ. ഞങ്ങൾ മണ്ണും നീ കുശവനുമാകുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്വന്തം വഴിയിൽ തിരിക്കണമേ. അതിൽ കൂടി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരംഗത്തെ പോലെ ഒത്തൊരുമിക്കാൻ അതിടയാക്കുമല്ലോ. യേശുവിന്റെ നാമത്തിൽ അവന് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയുമായി ചോദിക്കുന്നു. ആമേൻ, ആമേൻ. My people, I would say unto thee that I am the one and only God, and beside me there is none other. I am the Lord of creation. I am the Word that became manifested unto thee. I am the Word that comes before thee even this night by the power of the Holy Ghost. Did I not say that I would come in like manner? Have I not fulfilled my word, every dot and every line? O my people, I say unto thee, look up, for thy redemption draweth nigh, and it is even at the gates. I say unto thee that if thou shalt continue to humble thyself and not lean unto thine own understanding, but follow me, that thou shalt truly be found in favor in my sight. I say unto thee that thou hast seen my glory before thee, and thou shalt continue to see my glory, if thou shalt remain in the truth as thou hast heard it. I say unto thee that many strange things may happen in the days to come. May thy word be established in thy hearts. May it be written in thy life, that thou shalt not turn to the right nor to the left, but keep thine eyes single unto me, for I am a jealous God, and the days are coming to an end, when all truth shall be revealed unto thee, and thou shalt stand alone, and yet thou shalt yet be together. And I say unto thee that none shall go away, none shall be left desolate, none shall be left without a guide, none shall be left without truth, none shall be left without comfort, none shall be left without their God, for I am thy God, and I am in thy midst. I see my people, I have heard their afflictions, I hear their cries unto me, and I shall deliver thee, even as I delivered my people of old out of Egypt. I shall deliver thee, even as I have come in the fullness of my presence, even as I have come in great power and in revelation. I shall be with thee. Stand fast and move not. Thus saith the Lord. പിതാവേ ദൈവമേ,
ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. We thank ഈ you for പുതുവർഷത്തെ this പ്രബോധനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. that sends അത് us ഞങ്ങളെ out ആശയോടെ with the പറഞ്ഞയക്കുന്നു. hope and with the comfort of കൂടാതെ knowing ഇതറിയാൻ that പാടില്ലാത്തവരോട് through the speaking of ഈ these വാക്കുകൾ words, സംസാരിക്കുന്നതിൽ കൂടി these ആശ്വാസനവും things കിട്ടുന്നു. that അതായത് ഈ the സന്ദേശം message സത്യമാകുന്നുവെന്നും is true, and you ഞങ്ങൾ ഈ are സന്ദേശത്തോടൊപ്പം asking us നിൽക്കുവാനും to നീ stand by. ആവശ്യപ്പെടുന്നു. We കർത്താവെ, will do നിന്നോടും all നിന്റെ that we വചനത്തോടും know കൂടെ how, നിൽക്കാൻ Lord. എങ്ങനെയൊക്കെ Stand ഞങ്ങൾക്കറിയാമോ by you in അതെല്ലാം your ഞങ്ങൾ ചെയ്യും. Receive us in the name ഇതുപോലെ of him who പ്രാർത്ഥിക്കുന്നതിന് taught വേണ്ടി us ഞങ്ങളെ all പഠിപ്പിച്ചവനായ that we നിന്റെ should നാമത്തിൽ pray ഞങ്ങളെ like this. സ്വീകരിക്കണമേ. Our Father, who art in സ്വർഗസ്ഥനായ heaven, പിതാവേ, hallowed നിന്റെ be നാമം thy name. വാഴ്ത്തപ്പെടുമാറാകണമേ. Thy kingdom come, thy നിന്റെ will രാജ്യം be വരയണമേ. done, നിന്റെ ഇഷ്ടം as സ്വർഗത്തിലെ it പോലെ is in ഭൂമിയിലുമാക്കണമേ. heaven. Give us ഞങ്ങൾക്ക് this ആവശ്യമുള്ള day ആഹാരത്തെ our ഇന്ന് daily ഞങ്ങൾക്ക് bread, നൽകണമേ. and forgive us of our trespasses, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും and ക്ഷമിക്കണമേ. lead us പരീക്ഷയിലേക്ക് not ഞങ്ങളെ into പ്രവേശിപ്പിക്കരുതേ, temptation, എന്നാൽ but ദുഷ്ടനിൽ deliver നിന്നും us ഞങ്ങളെ from വിടുവിക്കണമേ. For thine is the kingdom and the power എന്തുകൊണ്ടെന്നാൽ and the രാജ്യവും glory ശക്തിയും forever. മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. The Lord കർത്താവ് bless നിങ്ങളെ you. അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യട്ടെ. Now those now എന്നാൽ that തങ്ങളുടെ must വീടുകളിലേക്ക് go to പോകാൻ their ആഗ്രഹിക്കുന്നവർ home, now it's 5 ഇപ്പോൾ 5 minutes മിനിറ്റ് കഴിഞ്ഞിട്ട് after. നാം It's 5 63 minutes ആണ്ടിൽ and 5 മിനിറ്റ് 63. ആയിരിക്കുന്നു. Now, ഇപ്പോൾ may ദൈവം God നിങ്ങളെ bless you. അനുഗ്രഹിക്കട്ടെ. And, ഇപ്പോൾ തിരുവത്താഴത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇതൊരു പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടതായ തിരുവത്താഴമല്ല. ഇത് ക്രിസ്തുവുമായി കൂട്ടായ്മയിലുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയാണ്. ഞങ്ങളോടൊപ്പം തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നതിനായും നിൽക്കുന്നതിനായും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിത് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ആദ്യത്തെ കാര്യം, നാം ഒരു യാത്ര പുറപ്പെടുവാൻ പോവുകയാണ്. ഇസ്രായേലിയർ അവരുടെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവർ കുഞ്ഞാടിനെ കൊല്ലുകയും കയ്പ് ചീര തിന്നുകയും ചെയ്തിട്ട് അവരുടെ യാത്ര തുടങ്ങി. ഇന്ന് രാത്രിയിൽ അത് എത്രമാത്രം സന്ദർഭോചിതമായ ഒന്നാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുകയും സദ്യ ഒരുക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ അർദ്ധരാത്രിയുമായിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അർദ്ധരാത്രിയിലാണ് അവർ അത് ഭക്ഷിച്ചത്. അതുകൊണ്ട് നമുക്കും അത് ചെയ്യാം. ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ യാത്രയിൽ കടന്നു വരാനായി തയ്യാറെടുക്കാനായി ആഗ്രഹിക്കുന്നവരുമായി നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും. നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശേഷമുള്ളവർക്ക് ഇവിടെ ഇരിക്കാം. അതിനുശേഷം നാം തിരുവത്താഴ ശുശ്രൂഷ തുടങ്ങുന്നതാണ്. സഹോദരി. ശരി സർ. Till we meet, till we meet, till we meet at Jesus' feet, till we meet, till we meet. God be with you till we meet. ഇപ്പോൾ തങ്ങളുടെ വീടുകളിലേക്ക് പോകുന്നവർ അവർ പോയി കഴിയുന്നതുവരെ നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ പാട്ട് പാടാം. അപ്പോഴേക്കും ശാന്തമാകാൻ ഇടയുണ്ട്, കാരണം ഇത് വളരെ പാവനമായ ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ വേദഭാഗത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. അത് വളരെ വളരെ നല്ലതായ കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കത് വീണ്ടും പാടാം. Let's just shake hands with somebody. If there's anything wrong in your life, that person is here that you've wronged, go to him now and make it up. Until we meet. God, will the pianist come to the piano, please? Till we meet again. Till we until we meet. God be with you till we meet. Hallelujah. He
careth for you. He careth for you through sunshine or shadows. He careth for you. Let's sing നമുക്കത് it വീണ്ടും again. പാടാം. He careth for you. He careth for you through sunshine or shadow. He careth for you. അത് വളരെ സുന്ദരമായിരിക്കുന്നില്ലേ? Isn't that beautiful? കൂടാതെ അവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കാം. Just close your eyes. For you. He careth for you through sunshine or shadow. He careth for you. Heavenly Father, സ്വർഗീയ we're പിതാവേ, so glad that we ഇത് found സത്യമാണെന്ന് അറിയുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇരുണ്ട സമയങ്ങളിലും പ്രശ്നത്തിലും നീ ഒരിക്കലും ഞങ്ങളെ വിടുകയില്ല, ഞങ്ങളെ കൈവിടുകയുമില്ല. We're so ഞങ്ങൾ അതിനുവേണ്ടി happy വളരെ that സന്തോഷിക്കുന്നു. we have our confidence is built upon nothing കാരണം less ഞങ്ങളുടെ വിശ്വാസം യേശുവിന്റെ നീതിയുള്ള രക്തത്തിലല്ലാതെ മറ്റൊന്നിലും പണിതിരിക്കുന്നില്ല. ഈ ലോകത്തിന്റെ പ്രസിദ്ധിയിലല്ല. കർത്താവെ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മധുരമേറിയ ആകൃതിയെ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾ ധൈര്യപ്പെടുന്നില്ല, എന്നാൽ മുഴുവനായും യേശുനാമത്തിലേക്ക് ചായുന്നു. പിതാവെ, ഞങ്ങൾ എത്രമാത്രം നിന്നോട് നന്ദിയുള്ളവരാണ്. Now, we are just about to participate in one of the നീ ഞങ്ങൾക്കായി ചെയ്യുവാനായി വളരെ കുറച്ചായി തന്നിരിക്കുന്ന സ്വാഭാവിക പ്രമാണങ്ങളിൽ ഒന്നിൽ ഇപ്പോൾ ഞങ്ങൾ പങ്കെടുക്കുവാൻ പോവുകയാണ്. one of them was baptism. അവയിലൊന്ന് സ്നാനവും മറ്റൊന്ന് തിരുവത്താഴവും അടുത്തത് കാൽ കഴുകൽ ശുശ്രൂഷയുമാണ്. Oh God, we just enter in solemnly, ഓ ദൈവമേ, knowing ഈ that കുഞ്ഞാട് this lamb, പെസഹായുടെ കുഞ്ഞാടാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയഭക്തിയോടെ അതിലേക്ക് കടക്കുന്നു. the great മരുഭൂമിയിൽ കൂടിയുള്ള ആ വലിയ യാത്ര ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. the blood must first be put on the lintel അറുക്കപ്പെടാനുള്ള of the കുഞ്ഞാടെടുക്കുന്നതിന് മുമ്പ് തന്നെ the രക്തമെടുത്ത് paschal വാതിലിന്റെ കറുമ്പടിമേൽ പുരട്ടിയിരിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. lamb. Is the blood there, Lord? കർത്താവെ, രക്തം അവിടെ ഉണ്ടോ? If it's not, we pray that രക്തം അവിടെ ഇല്ലെങ്കിൽ അത് ഇപ്പോൾ തന്നെ അവിടെ അപേക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. taken away our sin, ഞങ്ങളുടെ പാപങ്ങളെ എടുത്തിട്ട് അവയെ മറയ്ക്കണമേ. and they'll be divorced from us, കർത്താവെ, ഈ ലോകത്തിന്റെ പാപങ്ങൾ അത് ഞങ്ങളിൽ നിന്നും വേർപെടുത്തണമേ. that we might be holy. അങ്ങനെ ഞങ്ങൾ വിശുദ്ധരും ഞങ്ങളുടെ പിതാവിന് സമ്മാനമായി നൽകാൻ പറ്റിയതുമാക്കണമേ. Now, as we come to take the ദൈവത്തിന്റെ പുത്രനായ ഞങ്ങളുടെ രക്ഷിതാവായ കുഞ്ഞാടിന്റെ ശരീരത്തെയും ഞങ്ങൾക്കായി ചൊരിയപ്പെട്ട രക്തത്തെയും എടുക്കാനായി ഞങ്ങൾ വരുന്നു. ഇത് ഞങ്ങൾ വായിക്കുമ്പോൾ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരയണമേ. and then അതിനുശേഷം ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കണമേ. for we asked it in the name of the Lamb, Jesus Christ. കുഞ്ഞാടായ യേശു ക്രിസ്തു എന്ന നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. In the book of Corinthians, the 11th chapter, കൊരിന്ത്യർക്ക് എഴുതിയ 11-ാം അധ്യായത്തിൽ നിന്നും കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. beginning with the 23rd 23-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാൻ പോകുന്നു. ഇത് പൗലോസ് കൊരിന്ത്യയിലെ സഭയ്ക്ക് സംസാരിക്കുന്നതാണ്. For I have received of the Lord that which also I delivered unto you, that the Lord Jesus, the same night which he was betrayed, took bread. And when he had gave thanks, he brake it, and said, Take and eat. This is my body which is broken for you. This do in remembrance of me. After the same manner also he took the cup. And when he had supped, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, after the same manner he കർത്താവായ also യേശുക്രിസ്തുവിനെ took the cup, കാണിച്ചു കൊടുത്ത and when he രാത്രിയിൽ had supped, അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, This cup ഇത് is നിങ്ങൾക്ക് the New വേണ്ടിയുള്ള എന്റെ Testament ശരീരം, in എന്റെ my ഓർമ്മയ്ക്കായി blood. ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി
അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷയ്ക്കിഴയാക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം. ഏറ്റവും ഭയഭക്തിയുള്ള സമയമാണിതെന്ന് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നു. ഇത് ഇപ്രകാരവും എഴുതിയിരിക്കുന്നു, അതായത് ഈ തിരുവത്താഴം ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ, കൂടാതെ കാൽ കഴുകലും, അതിനെ നമുക്ക് ഇന്ന് രാത്രിയിൽ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് വെള്ളമില്ല, വെള്ളം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ നമുക്ക് വിശ്രമ മുറികളുടെയും സൗകര്യം ഇന്ന് രാത്രിയിലേക്കില്ല. കാരണം അവർക്കത് ഒത്തൊരുമിക്കേണ്ടിയിരിക്കുന്നതിൽ കൂടി ഇന്ന് രാത്രിയിലേക്കുള്ള ഈ യോഗത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്നതിലും ഏറ്റവും നല്ലത് ചെയ്തിരിക്കുന്നു. എന്നാൽ അവർ ചെയ്തു തന്നെ നമുക്ക് ചെയ്യാം. വിശുദ്ധ ലൂക്കോസ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് പോയി. എന്നാൽ ഇത് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇസ്രായേൽ മിസ്രൈമിലായിരുന്നപ്പോൾ ആദ്യമായി ഈ വിധി പ്രാവർത്തികമാക്കിയപ്പോൾ അവർ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലായിരുന്നു. അതുതന്നെയാണ് ഇന്ന് രാത്രിയിൽ നാമും അനുഭവപ്പെടുന്നത്. നാം വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലാകുന്നു. ആ യാത്ര നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ അവരുടെ വശം ഒരടയാളമുണ്ടായിരുന്നു. അപ്പോൾ വാതിലിന്മേൽ രക്തമുണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ മൂത്ത പുത്രനോ മൂത്ത കുട്ടിയോ ആ വീട്ടിൽ മരിച്ചിരിക്കും. അതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്തായിരുന്നെന്നാൽ ആദ്യം രക്തം അപേക്ഷിക്കുക എന്നതാണ്. പൗലോസ് അതിനെ ഏത് രീതിയിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അയോഗ്യമായി ആരെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തുന്നു. അതിന്റെ അർത്ഥം ഒരേ കാര്യം തന്നെയാണ്. അതായത് മരണം, ആത്മീകമായ മരണം, കർത്താവിന്റെ തിരുവത്താഴത്തിൽ അയോഗ്യമായി പങ്കെടുക്കുന്ന ആ വ്യക്തിയുടെ മേൽ നിലകൊള്ളുന്നു. അത് മദ്യപാനവും അതുപോലെയുള്ള കാര്യങ്ങളും ലോകപരമായ ജീവിതവും അതിനുശേഷം കർത്താവിന്റെ മേശയുടെ അടുക്കൽ വരുമ്പോഴുമായിരിക്കും. നാം അങ്ങനെ അത് ചെയ്യരുത്. അതുകൊണ്ട് ഇപ്പോൾ നാം നമ്മുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കുകയും നമ്മുടെ കൈകളെയും നമ്മുടെ മനസ്സുകളെ ദുഷ്ടവിചാരങ്ങളിൽ നിന്ന് വെടിപ്പാക്കുകയും ചെയ്യാം. അതുമൂലം കർത്താവിന്റെ മേശയിൽ വിശുദ്ധിയോടും ആദരവോടും കൂടി നമുക്ക് കടന്നു വരാൻ കഴിയും. നമ്മുടെ ഏകരക്ഷയായ യേശുക്രിസ്തു എന്ന നമ്മുടെ ബലിയുമായി നാം നമ്മെ തന്നെ ബന്ധപ്പെടുത്തുന്നുവെന്ന് നാം അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നാം ഇത് ചെയ്യുന്ന രീതി, മൂപ്പന്മാരിൽ ഒരുവനായ സഹോദരൻ ജാബേൽ ഇവിടെ നിൽക്കുന്നതാണ്. ഇപ്പോൾ സഹോദരൻ ജാബേൽ ഇവിടെ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് ആദ്യം വിളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആളുകൾക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നും കടന്നുവന്ന് ഇവിടെ ആദ്യത്തെ നിരയുണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ തിരുവത്താഴത്തിന്മേൽ കർത്താവിന്റെ അനുഗ്രഹങ്ങളെ വാങ്ങിയ ഉടനെ തന്നെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സഹോദരൻ ജാബേൽ നിങ്ങളെ നിയന്ത്രിക്കുന്നതായിരിക്കും. ഒരു ക്രിസ്ത്യാനിയാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പം ഇത് പുളിപ്പില്ലാത്ത അപ്പമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വായിൽ വെൽക്കുമ്പോൾ അത് വളരെ കഠിനമുള്ളതും ചവർപ്പുള്ളതുമായിരിക്കും. അത് ചുളുങ്ങിയതും നുറുങ്ങിയതും കൂട്ടിക്കലർന്നതുമാണ്. അത് നമ്മുടെ കർത്താവായ യേശുവിന്റെ നുറുക്കപ്പെട്ട ശരീരത്തെ അർത്ഥമാക്കുന്നു. ഓ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും എന്റെ ഹൃദയം തുള്ളിയിടിക്കുന്നത് പോലെ കാണുന്നു. നിരപരാധിയായ ദൈവത്തിന്റെ പുത്രൻ മുറിവേറ്റപ്പെടുകയും അടിക്കപ്പെടുകയും ചെയ്തത് ഓർക്കുമ്പോൾ അവനതെന്തിനാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടെന്നാൽ ഞാൻ കുറ്റക്കാരനായിരുന്നു. അവനൊരു പാപിയായ എന്നെ പോലെ ആയിത്തീർന്നു. അതിനാൽ അവന്റെ ബലിയിൽ കൂടി അവനെ പോലെ ഒരു ദൈവപുത്രനാകാൻ എനിക്ക് കഴിഞ്ഞു. എന്തൊരു മഹത്തായ ബലിയാണത്! നമ്മുടെ തലകളെ വണങ്ങാം. ഏറ്റവും പരിശുദ്ധനായ ദൈവമേ, ഈ ചെറിയ ലോഹത്തളികയെ ഇന്ന് രാത്രിയിൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ഈ അപ്പം ഞങ്ങളുടെ കർത്താവിന് നുറുക്കപ്പെട്ടതും കലർത്തപ്പെട്ടതും മുറിവേറ്റപ്പെട്ടതും ദണ്ഡിപ്പിക്കപ്പെട്ടതുമായ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു.
അവിടെ ആ പ്രവാചകൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഓ കർത്താവെ, ഞങ്ങൾ അതിനെ പ്രകാരം ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ ബലിയുമായി ഞാൻ എന്നെ തന്നെ കെട്ടുമ്പോൾ, അതുപോലെ കർത്താവെ ഈ സദസ്യരും ആ ബലിയുമായി ചെയ്യുമ്പോൾ ഞങ്ങൾ അവന്റെ മരണത്തെയും അവന്റെ ദണ്ഡനങ്ങളെയും അവൻ ഞങ്ങൾക്ക് വേണ്ടി കടന്നുപോയ എല്ലാത്തിനെയും ഈ അപ്പം ഞങ്ങളുടെ വായിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങളെ ഓർക്കാനിടയാക്കണമേ. ദൈവമേ, ഞങ്ങൾ അയോഗ്യരായ ജനങ്ങളാകുന്നു. ഇതുപോലെയുള്ള ഒരു വിശുദ്ധ കാര്യത്തിനായി ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല. അതുകൊണ്ട് അങ്ങയുടെ വിശുദ്ധിയാലും അവിടുത്തെ സാന്നിധ്യത്താലും അവിടുത്തെ രക്തത്താലും ഞങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കണമേ. അങ്ങനെ ഇതിനെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും രാവും പകലും തുടർച്ചയായി ഇതിനെ സേവിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളിൽ നിശ്ചയിക്കുവാൻ ഇടയാക്കണമേ. ഇപ്പോൾ ഈ അപ്പത്തെ അത് ഉദ്ദേശിച്ചിരിക്കുന്നതായ ഉപയോഗത്തിനായി ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ ഇതിനെ എന്റെ കൈകൾ ഉയർത്തിപ്പിടിക്കുന്നു. ഏകദേശം 33 വർഷക്കാലത്തോളം ഞാൻ എന്റെ കർത്താവിനെ സേവനം ചെയ്തിരിക്കുന്നു. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ലജ്ജിക്കുന്നു. എന്നാൽ ഞാൻ ഓർക്കുന്നു, അവന്റെ 2 തുള്ളി യഥാർത്ഥമായ രക്തം ഇന്ന് രാത്രിയിൽ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇന്ന് രാത്രിയിൽ എന്റെ കൈവശം അതിലും മഹത്തായ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവന്റെ സഭയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇതിനെയും കൂടാതെ ഈ മുന്തിരിയുടെ ചാറിനെയും ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നു. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാൻ അതിനെയും അനുഭവിക്കുകയല്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നവൻ പറഞ്ഞു. എങ്കിൽ ശ്രദ്ധിക്കൂ, അതായത് പാപത്തിന്റെ ആ യുദ്ധം കഴിയുമ്പോൾ ഇതിന്റെ മറ്റേ വശത്തായി നാം ആദ്യമായി ചെയ്യുന്ന കാര്യം എന്താണെന്നാൽ തിരുവത്താഴം കർത്താവിന്റെ ശരീരം എടുക്കുക എന്നതാകുന്നു. ഈ വീഞ്ഞിനെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിനായി നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞാൻ ഈ വീഞ്ഞിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത് യേശുവിന്റെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നു. ആ ചൊരിയപ്പെട്ട രക്തത്തിൽ കൂടി എന്റെ പാപങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞിരിക്കുന്നു. അവയെ വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലേക്ക് ഇനിയും ഓർക്കാതെ ഇരിക്കത്തക്കവണ്ണം ഇട്ടുകളഞ്ഞിരിക്കുന്നു. ആ രക്തത്താൽ ഒരു ദിവസം ഒരു കുട്ടി ഒരു ആശുപത്രിയിൽ മരിക്കാറായി കിടക്കുമ്പോൾ നീ എന്നെ രക്ഷിച്ചു. ഓ ദൈവമേ, ഞാൻ അങ്ങേ എത്രമാത്രം നന്ദി പറയുന്നു കർത്താവേ. അതിനുശേഷം പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ആജ്ഞ തന്നിട്ട് ഈ ജനങ്ങളെ കാൽവരിയിലേക്ക് നയിച്ചിട്ട് അവരെ അവരുടെ വീടുകളിലേക്കുള്ള വഴി കാണിക്കുവാൻ ഇടയാക്കണമേ. പിതാവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ വീഞ്ഞിനെ അത് ഉദ്ദേശിച്ചിരിക്കുന്നതായ ഉപയോഗത്തിനായി ശുദ്ധീകരിക്കണമേ. ഈ ദിവ്യകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരുടെ മുമ്പിൽ കിടക്കുന്നതായ യാത്രയ്ക്കായി ശാരീരികമായും ആത്മീകമായും ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇവിടെ നിന്നുകൊണ്ട് ഓരോ കുടുംബങ്ങൾ കടന്നു വരുന്നത് ശ്രദ്ധിക്കുമ്പോൾ ഈ കടന്നു വരുന്ന ദിവസങ്ങൾ ഇതുപോലെ ഒന്നായിരിക്കും നടക്കുക. കുടുംബം കുടുംബമായും അണിയണിയായും കൂട്ടം കൂട്ടമായും ഓരോരുത്തരായും അവർ കടന്നു വരും. നാം അവനെ കണ്ടുമുട്ടുമ്പോൾ അതെന്തൊരു സമയമായിരിക്കാം. അവനെ വിശ്വസിക്കുകയും അവൻ ലാസറിക്കുകയും ചെയ്തിരുന്നതായ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യജീവിതങ്ങൾ ആ നാളിൽ അവിടെ കണ്ടുമുട്ടും. അത് അത്ഭുതകരമായിരിക്കില്ലേ?
വെള്ളത്തിന്റെ സൗകര്യക്കുറവ് കൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് കാലുകഴുകൽ ശുശ്രൂഷ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ളതായ ശരിയായ സൗകര്യങ്ങൾ നമുക്കിപ്പോൾ ഇല്ല. എന്നാൽ അത് ഉടനെ തന്നെ ശരിയാകുമെന്ന് ആശിക്കുന്നു. അവ നല്ലതായി കിട്ടിക്കൊണ്ടിരിക്കുകയും അവർ പുതിയ ടാബർനക്കലിനായി എളുപ്പം പണിതുകൊണ്ടിരിക്കുകയുമാണ്. എങ്ങനെയായിരുന്നാലും ആണ്ടിന്റെ തുടക്ക ദിവസത്തിൽ തിരുവത്താഴം എടുക്കുന്നത് സന്ദർഭോചിതമായ ഒരു കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോൾ പട്ടണത്തിന് പുറത്തുനിന്ന് വന്നവരായിട്ടുള്ളവർ നിങ്ങളുടെ വീടുകളിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുക. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഇവിടെ തന്നെ അടുത്തായിട്ടുള്ളവർ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത യോഗങ്ങൾക്ക് വേണ്ടി എനിക്ക് അരിസോണയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരുന്നതുപോലെ 7 മുദ്രകളുടെ പ്രചാരണത്തിനായി ഞാൻ തിരികെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്നതിനാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി മറക്കരുത്. എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം നല്ലതായി കഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ കൂടിവരവിനെയും സുവിശേഷത്തിൽ കൂടി ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതിനെയും ഞാൻ തീർച്ചയായും അഭിനന്ദിക്കുന്നു. നാം ഒരു മാറ്റത്തെ ഇപ്പോൾ വരുത്താൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദയയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളിൽ പലരും മൈലുകളോളം യാത്ര ചെയ്തിട്ട് എന്നെപ്പോലെ സാധാരണപ്പെട്ടവനായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേൾക്കുവാനായി കടന്നു വരുന്നു. അത് ഇതിലും കൂടിയ മറ്റെന്തോ ഒന്നാണെന്ന് എനിക്ക് തീർച്ചയാണ്. എന്നെ കേൾക്കുന്നതിലും കൂടുതലായി അവനെ കേൾക്കുവാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത് അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾക്ക് തരുവാനായി എനിക്ക് യാതൊന്നുമില്ല. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവനും ഒരു വ്യക്തിത്വമില്ലാത്തവനും അങ്ങനെ എന്നെക്കുറിച്ച് യാതൊന്നുമില്ലാത്തവനുമാകുന്നു. എന്നാൽ ജനങ്ങൾ 100 മൈലുകളോളം യാത്ര ചെയ്തിട്ട് രാവിലെ 2 മണിക്ക് ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ അതെന്റെ വശമുള്ള എന്തെങ്കിലും ഒന്നുകൊണ്ടല്ല. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കുന്നു. നാം ഒരുമിച്ച് അവനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം അവനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കൊരിക്കലും പിരിയേണ്ടി വരികയില്ല. സമയം മുമ്പോട്ട് നീങ്ങുന്നതിനനുസരിച്ച് നാം ചിലപ്പോൾ ഇവിടെ പിരിഞ്ഞെന്നിരിക്കാം. എന്നാൽ നാം വീണ്ടും ഒത്തൊരുമിക്കുന്നതായിരിക്കും. ആ സ്ഥാനത്തേക്ക് ജനങ്ങളെ നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ പുതുവർഷം തുടങ്ങുമ്പോൾ പുതുവത്സരാശംസകൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്കത് ചെയ്യുകയാണെങ്കിൽ ഈ കടന്നുവരുന്ന വർഷത്തേക്ക് നമുക്ക് എല്ലാവർക്കും അതാണ് ആവശ്യമായിരിക്കുന്നത്. അവനത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവന്റെ കൃപയാൽ അവൻ എന്നെയും നിങ്ങളെയും ഇവിടെ അവശേഷിപ്പിക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഞാൻ ശ്രമിക്കുവാൻ പോവുകയാണ്. അവന്റെ കൃപയാൽ ഞാൻ ഈ വർഷത്തിലും നല്ലൊരു പാസ്റ്റർ അടുത്ത വർഷമായി തീരുമെന്ന് ആശിക്കുന്നു. ക്രിസ്തുവിന്റെ ഒരു നല്ല സേവകനായിരിക്കുമെന്ന് ആശിക്കുന്നു. അവൻ എനിക്ക് തരുന്നതുപോലെ ഈ സന്ദേശത്തെ കൊണ്ടുവരുന്നതിനായി കൂടുതൽ സത്യമായിട്ടും അവനോട് അടുത്തും ജീവിക്കുവാൻ ഞാൻ കഠിനമായി ശ്രമിക്കുന്നതാണ്. എനിക്ക് കഴിയാവുന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് തരാനായി അവൻ ആഗ്രഹിക്കുന്നതിൽ നിന്നൊന്നും മാറ്റിവെക്കാതെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരുന്നതായിരിക്കും. എനിക്ക് എങ്ങനെയെല്ലാം അറിയാമോ അതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങൾക്കും അതുപോലെ തന്നെ തോന്നുന്നുവെന്ന് ഞാൻ അറിയുന്നു. നാം എല്ലാവരും കൂടി ഇപ്പോൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം സന്ധ്യാ വെളിച്ചം തീർച്ചയായും മാഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടാതെ സൂര്യൻ ദൂരെ അസ്തമിക്കുന്നു. ഭൂമി തണുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആത്മീകപരമായി ഞാൻ സംസാരിക്കുന്നു. സഭ തണുത്തുകൊണ്ടിരിക്കുകയും ഉണർവ് കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അടുത്തത് എന്താണ് വരുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ അതെന്തായിരുന്നാലും നാം ദൈവത്തിൽ അതിനുവേണ്ടി ആശ്രയിക്കുന്നു. അങ്ങനെ നാം ചിലപ്പോൾ ഈ ലോകത്തിലുള്ള ഇടയന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇടയൻ ഈ ടാബർനക്കലിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ഓർമൻ നെവിലെയാകുന്നു അത്. അദ്ദേഹം ഒരു ദൈവിക മനുഷ്യനും നല്ലവനുമാകുന്നു. എന്റെ അസാന്നിധ്യത്തിൽ ഞാനിവിടെ ഉള്ളതുപോലെ തന്നെ സഹോദരൻ നെവിലെയാണ് മുഴുവൻ നിയന്ത്രണവും നടത്തുന്നത്. ട്രസ്റ്റികളും ഡീക്കണുകളും മറ്റുള്ളവരും അവരുടേതായ കാര്യങ്ങളിൽ അവർ ചെയ്തു വരുന്നത് പോലെ ഇരിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ ആസ്ഥാനമാകുന്നു. ഇവിടെയാണ് നാം കേന്ദ്രമാക്കിയിരിക്കുന്നത്. ബില്ലി പോൾ എന്നോടൊപ്പം അവിടെ ഉണ്ടായിരിക്കില്ല. യോഗത്തിന് വേണ്ടി മാത്രം. അതിനുശേഷം അവൻ തിരികെ ഇവിടേക്ക് വരുന്നതായിരിക്കും. മറ്റിടപാട് കാര്യങ്ങളെല്ലാം ഇവിടെ പഴയതുപോലെ തന്നെ പ്രവൃത്തിയിലായിരിക്കും. അവിടേക്ക് പോകുന്നു എന്നതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു എന്നുള്ളതല്ല. ഞാൻ പോകുകയാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാകും. അതൊരു ദർശനമായിരുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. അത് മുഴുവൻ സഭയുടെയും ഉന്നതിക്ക് വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ മാർഗത്തെ നാം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്കെല്ലാവർക്കും അഭിവൃദ്ധി ഉളവാക്കും എന്ന് ഞാൻ അറിയുന്നു. അത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായി അറിയാവുന്നത്. എനിക്കത് എളുപ്പമുള്ള കാര്യമല്ല. ഇതിനു മുമ്പൊരിക്കൽ എനിക്ക് സഭയെ വിട്ടിട്ട് പുറത്തു പോകേണ്ടി വന്നതായ സമയത്തെ ഞാൻ ഓർക്കുന്നു. നിങ്ങളിൽ ചില പഴയ സമയക്കാർ അത് ഓർക്കുന്നുണ്ടാകും. എങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിയാതെ വന്നിരുന്നു.
ഞാൻ ജനങ്ങളെ സ്നേഹിക്കുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ സ്നേഹിക്കപ്പെട്ടിരുന്നില്ല. ആരും എനിക്ക് വേണ്ടി ഒന്നും കരുതിയിരുന്നില്ല. എന്നാൽ ആരോ എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി മരിക്കുവാൻ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ആരോ നിന്നെ സ്നേഹിക്കുകയും ആരോ നിനക്കായി കരുതുകയും ചെയ്യുന്നു. ഒരു വട്ടം ഞാനൊരു ഉയർന്ന തൂണിൽ കയറുകയായിരുന്നു. എന്റെ കൊളുത്ത് തെന്നിപ്പോയിട്ട് ഒരു പഴയ ദേവദാരുവിന്റെ തൂണിൽ അതിന്റെ കെട്ട് ഉയരത്തിലാകുകയും എന്റെ മുട്ടുകാൽ വന്ന് അതിലിടിച്ചിട്ട് അതിനെ ചുറ്റി ഏകദേശം 15 അടി ഉയരത്തിൽ നിന്ന് വീഴുകയും കയ്യിൽ കൊളുത്ത് പിടിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ അത് കണ്ടിട്ട് ഉച്ചത്തിൽ നിലവിളിക്കുകയും അവരെ തന്നെ അപ്രകാരം സൂചിപ്പിക്കുന്നതിനായി ചെയ്യുകയും ചെയ്തു. ഞാൻ ആ സ്ത്രീയെ എപ്പോഴും ഇഷ്ടപ്പെടുന്നു. അവർ എനിക്ക് വേണ്ടി കരുതി. അവരായിരുന്നു ആരോ എനിക്കായി കരുതിയത്. ഞാൻ എപ്പോഴും ഓർത്തിരുന്നു, ആരെങ്കിലും എനിക്കായി കരുതുന്നവരെ ഞാൻ സ്നേഹിക്കും. ചില സമയങ്ങൾക്ക് മുമ്പ് പട്ടണത്തിൽ വെച്ച് തന്നെ ഇതുപോലെ കഴിഞ്ഞിരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിനെ ഞാൻ എപ്പോഴും തീർച്ചയായും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ തെറ്റായി നയിക്കാൻ ശ്രമിക്കുകയില്ല. എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് അതെപ്പോഴും ശരിയായ വഴിയായിരിക്കും. നിങ്ങൾ എന്റെ സാക്ഷ്യത്തെ എടുത്തു നോക്കൂ. ഞാൻ എന്നെക്കുറിച്ച് എന്നെ ഒരിക്കലും യാതൊന്നും പറഞ്ഞിട്ടില്ല. അതെപ്പോഴും യേശു ക്രിസ്തുവായിരുന്നു. നോക്കൂ, എനിക്കറിയാവുന്ന രീതിയിൽ അവന്റെ വചനത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളെ നയിക്കാനും ഈ സ്ഥലത്തേക്ക് വഴി നടത്താനും ശ്രമിച്ചു. സഹോദരൻ നെവില്ലയുടെ കൈവശം നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. ആദ്യം ദൈവത്തിന്റെ കൈകളിലും അതിനുശേഷം സഹോദരൻ നെവില്ലയുടെ സൂക്ഷിപ്പിലും സഭയെ നടത്തുന്നതിനും അതിന്റെ പൂർവ്വസമ്പത്തിനെ കാത്തു സൂക്ഷിക്കുന്നതിനും ഈ യോഗങ്ങൾ കഴിയുന്നതുവരെയും വീണ്ടും നിങ്ങളുടെ അടുക്കലെത്തുന്നതുവരെയും ഫലമേൽപ്പിക്കുന്നു. അപ്പോഴേക്കും ഒരു മഹത്തായ വെളിപാട് ദൈവത്തിൽ നിന്നും നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിനും അത് ഓരോ ഹൃദയങ്ങളെയും രോമാഞ്ചം കൊള്ളിക്കുകയും ദൈവത്തിന്റെ സഭയെ മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം സാധാരണയായി തിരുവത്താഴം എടുക്കാറുണ്ട്. ഞാനിതിൽ കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതെങ്ങനെ തോന്നുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാൽവരിയിലെ കുഞ്ഞാടെ, എന്റെ വിശ്വാസം നിന്നിലേക്ക് നോക്കുന്നു എന്ന പാട്ടിപ്പോൾ പാടണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നാം എഴുന്നേറ്റ് നിന്നത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം തമ്മിൽ തമ്മിൽ നമ്മുടെ കൈകളെ കുലുക്കിക്കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. Let's raise our hands to Him. My faith looks up to Thee, Thou Lamb of Calvary, Savior divine. Now hear me while I pray. Let's sing till we meet again. Everybody now, Jim. Till we meet, till we meet, till we meet at Jesus' feet. Till we meet, till we meet.
Let's bow our heads now. Brother Neville, why don't you dismiss us in prayer? God bless you.